ദൈവമേ, എരുത്തിലിരുന്ന പശു എങ്ങാനും ചരിഞ്ഞ് വീഴുന്നാന്തോ? അയ്യോ, അയ്യോ എന്താ എനക്ക്? ഞാൻ വിചാരിച്ച എരുത്തില്ല പശു എങ്ങാണ്ടാ നിന്ന് ക്രിയ കൂടിയെന്ന്. നീ എന്തിനാ നിന്ന് വാങ്ങണത്? പൊന്നുവിന്റെ മുഖത്തൊരു മോക്കുരു വന്ന് അത് പൊട്ടിയപ്പോ ആണി പൊട്ടി മാറിയില്ല. രണ്ടാണി ദൈവം എന്റെ മുതുവിലടിച്ചതിനകത്ത് പൊന്നെ എന്റെ പൊന്നു നീതി വന്നല്ലോ. അയ്യോ പൊന്നുവിന്റെ ആണിയളവിലെങ്കിലേ ചിറ്റേന്റെ മൂടും കൊണ്ട് ചെല്ലടാ. നേരം കെട്ട നേരത്തിനവൻ തൊലിച്ചോണ്ട് നിക്കണവൻ. അമ്മ, പൊന്നുവിന് പുതിയൊരു അസുഖം വരാൻ പോണമ്മ. 7 ദിവസത്തേക്കുള്ള അസുഖം മാസത്തിൽ ഒരിക്കൽ വരുമെന്നാണ് പറയണം. മക്കളെ, ഇത് അസുഖമൊന്നും അല്ലടാ, എല്ലാ മാസം ഉള്ളത് തന്നെ പെണ്ണുങ്ങൾക്ക്. അത് നീ മനസ്സിലാക്കും. നിനക്ക് ഇത്രയും പ്രായമായില്ലേ കണ്ണാ? ഇതെനിക്കറിയാം, ഇത് അസുഖം തന്നെ. മാസത്തിൽ ഒരിക്കൽ വരണം മാറാ രോഗം. എന്റെ പൊന്നൂന് എന്തിനത് കൊടുത്ത എനിക്ക് തന്നൂടെയാണ്. അയ്യോ എന്റെ പൊന്നൂ, മര്യാദയ്ക്കിരുന്നില്ല പുട്ടുകുടത്തിനകത്ത് തല കയറ്റി ആവി കയറ്റി വെക്കും ഞാൻ നിന്നെ. മാമി, കണ്ണൻ ബി ഇവിടെ ഉണ്ടാ? എനിക്ക് അർജന്റ് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അവിടെ ഉണ്ട്. രാവിലെ തൊട്ട് പൊന്നാന്നും പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടിരിക്കണം. അവർക്ക് എന്തായാലും അറാ രോഗമെന്നതോ ഇരിക്കണം ബാക്കിൽ. അങ്ങോട്ട് ചെല്ലി. കണ്ണമ്പി, ഡാ രാവിലെ നിന്റെ പൊന്നു പറയടാ പറയടാ, എന്റെ പൊന്നൂന് എന്താടാ സംഭവിച്ചത്? നീ തുറന്ന് പറ, എനിക്ക് സഹിക്കണ്ടടാ. അയ്യോ, പണഞ്ഞവനും കൊള്ളാൻ കേട്ടവനും കൊള്ളാൻ, രണ്ടും അക്കച്ചികളി എന്നപ്പോ. ചെരുവിലല്ല തുമ്പില തൊലി പോയടാ. എന്റെ പൊന്നൂന് തൊലി പോയി. തമ്പുരാൻ എന്നെ ഇത് കാണിക്കാൻ ഇങ്ങനെ ഇട്ടേക്കണ എന്തിന്? എന്റെ ഈ ശരീരം മൊത്തം ഉണ്ടായിരുന്നല്ലോടാ തൊലി. അതിൽ തിപ്പൂരം പറഞ്ഞു പോയെങ്കിൽ എനിക്ക് വിഷമില്ലേ. അബ്ദുള്ളേരെ സുന്നത്ത് കഴിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാത്തവനാണ് ഇപ്പൊ പൊന്നുവിന്റെ തൊലി പോയെന്നും പറഞ്ഞോണ്ട് കിടന്ന് മോങ്ങണ. പാവം ഇഷ്ടം കൂടിപ്പോയുണ്ടല്ലേ, എന്ത് ചെയ്യാനാ? ഇങ്ങനെ കേറിങ്ങിട്ട് നോക്കുന്ന ആരെങ്കിലും കിട്ടുവോ? പാവമുണ്ട്.